മോളത് പൊക്കാൻ പോവാണോ? ഞാൻ പൊക്കാൻ പോവാ. അത് പൊങ്ങുവോ മോക്ക്? സിമ്പിൾ ആയിട്ട് വെക്കും. ഇതില് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കൊല്ലം മത്സരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയായിരുന്നു മോള്. ഇനി എനിക്ക് അറിയേണ്ടത് വൈഫിന്റെ കാര്യമാണ്. കാരണം വൈഫ് എങ്ങനെ ഇതിലേക്ക് വന്നത്? കാരണം സാധാരണ രീതിയിൽ നമ്മുടെ സ്ത്രീകള് കുറച്ചൊന്ന് ഒതുങ്ങിക്കൂടാനോ നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക. സ്റ്റേറ്റ് സ്ട്രോങ്സ്റ്റ് മാൻ ഓഫ് ദ അവാർഡ് എനിക്കുണ്ടായിരുന്നു. ഞാനിപ്പോ ഉള്ളത് എറണാകുളം ജില്ലയിലെ കാക്കനാട് NGO ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഫിറ്റ് ആൻഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു ജിംനേഷ്യത്തിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഷെഫീഖാനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഷെഫീഖാനെ മാത്രമല്ല, നിങ്ങൾ ഇത്ര നേരം കണ്ട വൈഫ് ഷെബി, മോള് ആഷ്ന, 8ാം ക്ലാസ്സുകാരിയാണ് കേട്ടോ. ഇവരുടെയൊക്കെ പവർ ലിഫ്റ്റിംഗ് ആണ് നമ്മൾ ഇത്ര നേരമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്താണ് ഇവരുടെ വിശേഷം നമ്മൾ അറിയണം. പ്രത്യേകിച്ചിട്ട് നമ്മളൊരു കുഞ്ഞു മോള് 8ാം ക്ലാസ്സുകാരിയുടെ ആഷ്നയുടെ വിശേഷങ്ങൾ നമുക്ക് അറിയാറുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകും. ഷെഫീഖ്, ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് എത്ര വർഷമായി ഇപ്പോ? ഞാനിപ്പോൾ ഏകദേശം ഒരു 26 കൊല്ലത്തോളമായി ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് വന്നിട്ട്. ആദ്യം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് നമുക്കിങ്ങനെ ഒരു ആഗ്രഹം തോന്നി ജിമ്മിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ 7ാം ക്ലാസ് തുടങ്ങി ഏകദേശം ഡിസംബർ മാസം ആകുമ്പോൾ ആദ്യത്തെ കോമ്പറ്റീഷൻ വന്നു. ഇവിടെ എറണാകുളം ജില്ലയിൽ മാടവാന എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു മത്സരത്തിൽ ഇറങ്ങി. എൻ്റെ ക്ലാസ്സിൽ എനിക്കൊരു പ്രൈസ് വന്നു, ആദ്യത്തെ പ്രൈസ് വന്നു. കൂടുതൽ അതെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആവേശമായി. പിന്നെ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ തന്നെ ഞാൻ തുടർന്ന് ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ചെയ്തു. നമ്മൾ പവർ ലിഫ്റ്റിങ്ങിൽ ഇടയ്ക്കൊന്ന് പോയി തല കാണിച്ചു. അന്ന് ഇതുപോലെ നമുക്ക് പ്രൈസ് വരെയും പോയി. പിന്നെ അത് കൂടുതൽ നമുക്ക് ബോഡി ബിൽഡിങ്ങിനോട് കൂടുതൽ താല്പര്യമായതുകൊണ്ടിട്ട് ഞാൻ അതിൽ നിന്നൊന്ന് പതിയെ വിട്ട് വീണ്ടും ബോഡി ബിൽഡിങ്ങിലേക്ക് വന്നു. വീണ്ടും അത് കഴിഞ്ഞ് 2015 ചെയ്തു. 2015 ഡിസ്ട്രിക്ട് ചെയ്തു. ആ ഒരു തുടർക്കഥയായിട്ട് അങ്ങനെ പോയി. പിന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു നമ്മളുടെ ഒരു ഏജ് ഒരു 40ലേക്ക് വന്നപ്പോഴത്തേക്കും വീണ്ടും നമുക്ക് പവർ ലിഫ്റ്റിങ്ങിനോട് താല്പര്യം തോന്നി. വീണ്ടും ഞാൻ പവർ ലിഫ്റ്റിങ്ങിലേക്ക് വന്നു. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞതിന് മുന്നത്തെ കൊല്ലം ഡിസ്ട്രിക്ട് ചാമ്പ്യൻ ആയിരുന്നു. അതുകൂടെ സ്ട്രോങ്സ്റ്റ് മാൻ ഓഫ് ദ ഡിസ്ട്രിക്ട് എന്നുള്ള ആ ഒരു അവാർഡ് കിട്ടി. സ്റ്റേറ്റ് പോയി. സ്റ്റേറ്റിലും അതുപോലെ തന്നെ ഞാൻ ചാമ്പ്യനായി. സ്റ്റേറ്റ് സ്ട്രോങ്സ്റ്റ് മാൻ ഓഫ് ദ അവാർഡ് എനിക്കുണ്ടായിരുന്നു. ദെൻ നാഷണൽ പോകുന്ന ടൈമിലായിരുന്നു കോവിഡ് ഭയങ്കര ഇഷ്യൂ ആയിട്ട് ഡൽഹിയിലൊക്കെ വന്ന ടൈമിലായിരുന്നു. അതുകൊണ്ട് കോവിഡ് ആ ടൈമിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാനത് ഇത് ചെയ്തു. ദെൻ ഈ കൊല്ലം വീണ്ടും നമ്മൾ ഡിസ്ട്രിക്ട് മുതൽ തുടങ്ങി. ഡിസ്ട്രിക്ട് കഴിഞ്ഞു. ഡിസ്ട്രിക്റ്റിൽ ചാമ്പ്യനായിരുന്നു. ദെൻ നാഷണൽ സെലക്ഷൻ വന്നു. നാഷണലിൽ പോയി. ഈ കഴിഞ്ഞ 12, 13, 14, 16ാം തീയതി വരെയായിരുന്നു മത്സരം. അതിൽ എനിക്ക് സിൽവർ മെഡൽ ഉണ്ടായിരുന്നു. നാഷണൽ ചാമ്പ്യൻ സിൽവർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ നിൽക്കണം. ഇനിയിപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള കടമ്പകൾ സെലക്ഷനും കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഇനി എനിക്ക് അറിയേണ്ടത് വൈഫിന്റെ കാര്യമാണ്. കാരണം വൈഫ് എങ്ങനെ ഇതിലേക്ക് വന്നത്? കാരണം സാധാരണ രീതിയിൽ നമ്മുടെ സ്ത്രീകള് കുറച്ചൊന്ന് ഒതുങ്ങിക്കൂടാനോ നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക. പക്ഷെ എന്നാലും ഇവരെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ മുന്നോട്ടേക്ക് വരുന്നത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതും ഈ ഒരു മേഖലയിൽ. അതെ. വൈഫ് എങ്ങനെ ഇതിലേക്ക് വന്നിട്ടുള്ളത്? വൈഫ് ഈ പറഞ്ഞതുപോലെ ആള് ഓർത്തഡോക്സ് ഫാമിലിപ്പെട്ട ഒരാളായിരുന്നു. ശരിക്ക് ഒതുങ്ങി കൂടി ജീവിച്ചു പോകുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജിമ്മ്, ബോഡി ബിൽഡിംഗ് ഇങ്ങനെ അടിച്ചു പൊളിച്ചായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പോൾ നമ്മൾ അതിലേക്ക് ആളെ കൊണ്ടുവന്നു. ഈ പറഞ്ഞതുപോലെ ജിമ്മിൽ ആദ്യം ട്രെയിനിങ് പഠിപ്പിച്ചു കൊടുത്തു. ജിമ്മിൽ ലേഡീസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് ആളെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തു. ലേഡീസിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആൾക്കെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു കാലിൻ്റെ മുട്ടിന്. അത് ഈ പറഞ്ഞ പോലെ സർജറിയൊക്കെ ചെയ്ത് ഒരു കാലിന് ചെറിയ പ്രായത്തിൽ. അപ്പോൾ അതിൻ്റെ സർജറിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാലിന് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ കാലിൻ്റെ ബലം കുറയും എന്നുള്ളതാണ്. അപ്പോൾ മുട്ടിൻ്റെ ഈ ചിരട്ട തെന്നിപ്പോയി എപ്പോഴും. അപ്പം അതിങ്ങനെ സ്ഥിരമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഡോക്ടറെ ഈ കോവിഡിന് മുമ്പ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ സർജറി വേണമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കാലിനും സർജറി ചെയ്യണമെന്നും പറഞ്ഞ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആളുടെ ഏജ് ഒരു 35 മേളിലേക്ക് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കത് ചെയ്യുന്നതിൽ ഒന്ന് പുറകോട്ട് നിൽക്കാം. കാരണം എത്രമാത്രം സക്സസ് ആവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും ഡോക്ടറായിട്ട് നല്ല കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ ഏതായാലും ജിമ്മ് നടത്തുന്നതല്ലേ, ഒരു ട്രെയിനർ കൂടിയാണ്. അപ്പോൾ നീ ഒരു പണി ജിമ്മിൽ കൊണ്ടുപോയിട്ട് ആളെ കൊണ്ടുപോയി ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്ത് സ്ട്രെങ്ത് ആക്കി എടുക്കുക, നമുക്ക് അതിലൊരു റിസൾട്ട് കിട്ടും എന്ന് എൻ്റെ അടുത്തൊരു ഐഡിയ പറഞ്ഞപ്പോൾ ഞാൻ അതുപോലെ ജിമ്മിൽ കൊണ്ടുവന്ന് വർക്കൗട്ട് ചെയ്യിപ്പിച്ചു. ആൾ നന്നായിട്ട് ചെയ്യാനായിട്ട് താല്പര്യം. കാരണം കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വേദനയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അത് സഹിച്ച് ചെയ്തു. അതിനുള്ള റിസൾട്ട് ആൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൾ നന്നായിട്ട് ഉഷാറായി. പിന്നെ ഈ പറഞ്ഞ കാലിലെ മുട്ടി തെന്നി പോണ പ്രശ്നം പിന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 4.5 കൊല്ലത്തോളമായി. പിന്നെ പവർ ലിഫ്റ്റിലേക്ക് ഇതിലേക്ക് വന്നത് ഞാനപ്പോൾ ഈ പറഞ്ഞതുപോലെ കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു എനിക്കിതിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ, ലേഡീസ് ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നീ അത് ചെയ്ത് കഴിഞ്ഞാൽ ജിമ്മിലുള്ള ബാക്കിയുള്ള ആളുകൾക്കും അതൊരു
പ്രചോദനമായിരിക്കും. അങ്ങനെ ട്രെയിനിങ് കൊടുത്തു. ആദ്യത്തെ കോമ്പറ്റീഷൻ കഴിഞ്ഞ കൊല്ലം ആദ്യത്തെ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഡിസ്ട്രിക്റ്റിന്. അതിൽ ആൾക്ക് ഗോൾഡ് അടിച്ചു. അപ്പോൾ അത് രണ്ടിനങ്ങളിലായിരുന്നു. രണ്ടിനങ്ങളും ഗോൾഡ് കിട്ടി. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് പോയി. സ്റ്റേറ്റിലും ഗോൾഡ് ഉണ്ടായിരുന്നു ആൾക്ക്. ഒരു ഇനത്തിൽ സെക്കൻഡ് ഉണ്ടായിരുന്നു. നാഷണൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെലക്ഷൻ കിട്ടി. പക്ഷെ പോകാൻ പറ്റിയില്ല. ആ സമയത്ത് പോകാൻ പറ്റിയില്ല. കോവിഡിന്റെ ഇഷ്യൂ വന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഈ വർഷം കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഈ വർഷം അതുപോലെ തന്നെ ഞങ്ങൾ വീണ്ടും ആളുപോലെ തന്നെ മത്സരിച്ചു. ഡിസ്ട്രിക്ട് മത്സരിച്ചു. പിന്നെ ഇപ്പൊ സ്റ്റേറ്റ് ഓഗസ്റ്റിലാണ് മത്സരം വരുന്നത്. ഡിസ്ട്രിക്റ്റിൽ ഗോൾഡ് ഉണ്ടായിരുന്നു. വീണ്ടും ഗോൾഡ് ഉണ്ട്. നമ്മൾ ആർക്കും വിട്ടുകൊടുക്കൂല. മോളുടെ കാര്യം എങ്ങനെയാണ്? മോൾ എങ്ങനെ ഇതിലേക്ക് വന്നു? മോള് വന്നത് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഈ കൊല്ലം പ്രാക്ടീസ് ഇവിടെ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് കുറച്ച് വണ്ണം ഉണ്ടായിരുന്നു. ആൾ ഇത്തിരി ബൾക്കി ആയിരുന്നു. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ടപ്പോൾ ആളെ എൻ്റെ അടുത്ത് ചോദിച്ചു, വാപ്പി ഞാനൊന്ന് പൊക്കി നോക്കിയിട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ അത്യാവശ്യം പവറോടുകൂടി തന്നെ ഞാൻ എത്തിയ വെയിറ്റ് അത്യാവശ്യം പവറോടി പൊക്കി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആളെ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മത്സരിക്കണം, എന്നെ കൂടി കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് അത് ഒരിക്കലും ആളെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ ആളോട് പറഞ്ഞു, നമുക്ക് ചെയ്യാം, നമുക്ക് മത്സരത്തിന് ഇറങ്ങാം, ഞങ്ങൾ പോണതിൻ്റെ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആളെ കൂട്ടി ആൾക്കും ട്രെയിനിങ് കൊടുത്തു. നന്നായിട്ട് നമ്മൾ ഓരോ ദിവസം ചെയ്യുന്നതോറും ആൾക്ക് നന്നായിട്ട് ഇൻട്രസ്റ്റ് കൂടി വരും ഇത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഡിസ്ട്രിക്റ്റിൽ മത്സരം വന്നു. ഡിസ്ട്രിക്റ്റിൽ വന്നപ്പോൾ ആൾക്കും ഈ പറഞ്ഞ ഗോൾഡ് വന്നു. നന്നായിട്ട് പെർഫോം ചെയ്തു ആള്. നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വെയിറ്റ് ഡെഡ് ലിഫ്റ്റിലാണ് കൂടുതൽ ചെയ്തത്. നന്നായിട്ട് പെർഫോം ചെയ്തു. ആൾക്ക് ഗോൾഡ് പ്രൈസ് വന്നായിരുന്നു. ഇത് ഡെഡ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെന്ന് വെയിറ്റ് പൊക്കുന്നത്. അത് ശരിക്കും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതെ, നന്നായിട്ട് ശ്രദ്ധ കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ലോവർ ബാക്കിന് നമുക്ക് ഇഞ്ചുറി പറ്റും. അപ്പൊ അത് നമ്മുടെ ശക്തമായിട്ടുള്ള ട്രെയിനിങ് നമുക്ക് വേണം. പ്രാക്ടീസ് നന്നായിട്ട് വേണം. നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, അതേപോലെ. അതുകൊണ്ട് തന്നെ മോക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനിയിപ്പോ അടുത്ത പ്ലാനിങ് എന്താണ്? ഇനിയിപ്പോ മോൾക്കും വൈഫിന് പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ് പോകണം. സ്റ്റേറ്റ് ഓഗസ്റ്റിൽ മത്സരമുണ്ട്. അതിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കൊല്ലം മത്സരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മത്സരാർത്ഥിയായിരുന്നു മോള്. ഏറ്റവും ഏജ് 13 വയസ്സിൽ ഗോൾഡ് ഈ ഒരു മത്സരത്തിൽ മേടിച്ച ഒരാളാണ് മോള് അഷ്ന. അത് ശരി, ആ ഒരു വലിയൊരു കാര്യം കൂടി ഉണ്ടല്ലേ. ഉണ്ട്. അത് അവിടെ നമ്മളുടെ മത്സരവേദിയിൽ നമുക്ക് ഇവളെ അനുമോദിക്കുകയും ചെയ്തായിരുന്നു. അവിടുത്തെ ഒരു സ്റ്റാർ ആയിരിക്കല്ലോ അന്ന്. അതെ. ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക മുന്നിട്ട് ഇറങ്ങാന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല. അല്ല. അടുത്ത എനിക്ക് ചോദിക്കാനുള്ള ഷെബിയോടാണ്. ഈ ഒരു മേഖലയിലേക്ക് വന്ന സമയത്ത് കുടുംബത്തിലൊക്കെ എങ്ങനെയായിരുന്നു എല്ലാവരുടെ സംസാരമൊക്കെ? ആരും സപ്പോർട്ടല്ല, എനിക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് വെച്ചേക്കുന്നത്. ബാക്കി ആരും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല? ഇല്ല. ഒരു ടെൻഷൻ പേടി കൊണ്ടാണോ, അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ മുന്നോട്ട് വരാൻ പാടില്ല? അല്ല, അവർക്കൊന്നും ഇത്ര താല്പര്യം ഉണ്ടായില്ല. പിന്നെ ഞാൻ ചെയ്ത് കോമ്പറ്റീഷന് ചെയ്ത് പ്രൈസ് കിട്ടിയപ്പോ എല്ലാവർക്കും ഒരു ഇത്തിരി സന്തോഷമായി. പിന്നെ വണ്ണൊക്കെ കുറച്ചായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയി. ഇത്ര നാളും ചോദിക്കാത്തവർക്ക് എല്ലാവർക്കും വണ്ണം കുറക്കണം എന്നുള്ളൊരു മൈൻഡായി. ഇനിയിപ്പോ ഭയങ്കര താല്പര്യവും നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ ഭയങ്കര സപ്പോർട്ടാ. ഇപ്പൊ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു കുടുംബ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളെ 3 പേരെയും വിളിച്ച് പൊന്നാട അണിയിച്ച്, അതൊക്കെ വളരെ സന്തോഷമാണ്. അത് പ്രത്യേകിച്ച് പുറത്തുനിന്നല്ല, ഫാമിലിയിൽ നിന്ന് നമുക്കത് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അത് എല്ലാ മേഖല അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യം ഇറങ്ങി ചെല്ലുന്ന സമയത്ത് എല്ലാവരും നമ്മൾ എന്താ പറയുക പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷെ നമ്മളുടെ ആ ഒരു ഉള്ളിലുള്ള ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തി വെച്ച് നമ്മൾ മുന്നേറിയിട്ട് വിജയിക്കുമ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. മോളിതിലേക്ക് വന്ന സമയത്ത് സ്കൂളിൽ നിന്നുള്ള ടീച്ചേഴ്സ് അതേപോലെ തന്നെ കുട്ടികളൊക്കെ എന്ത് പറഞ്ഞു? ഞാനിങ്ങനെ ഈ സ്കൂളില് ഇങ്ങനെ ഒന്നിനും നിക്കാറില്ലായിരുന്നു. ഒരു പരിപാടിക്ക് നിക്കില്ല, പരിപാടിക്കൊന്നും ചേരാത്ത ആളായിരുന്നു. ഒതുങ്ങി കൂടുന്ന ആളായിരുന്നു. ഞാനൊരു ക്ലാസ്സിൽ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കത്തുള്ളൂ. അങ്ങനെ ഒന്നിനും ചേർത്തില്ലായിരുന്നു. ഇങ്ങനെ ഈ ഇതിനകത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ പ്രൈസ് കിട്ടിയപ്പോൾ എല്ലാരും അറിഞ്ഞത് തന്നെ ഞാൻ ഇതിനകത്തേക്ക് വരണ ആദ്യം. അതുവരെ ആരും അറിയില്ലായിരുന്നു. പ്രൈസ് കിട്ടിയതിനു ശേഷം എന്താ പറഞ്ഞത്? എല്ലാരും ഭയങ്കര സപ്പോർട്ടാ. ഈ പറഞ്ഞ പോലെ മാഡം പ്രൈസ് കൊണ്ടുവച്ചെല്ലാം പറഞ്ഞു. അവിടെ അസംബ്ലിയിൽ വെച്ച് കൊച്ചിന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആ പ്രൈസ് കൊടുത്തു. അപ്പോഴാണ് സ്കൂളിൽ എല്ലാവരും അറിഞ്ഞത് ആളിങ്ങനെ പവർ ലിഫ്റ്റിംഗ് ചെയ്തു, പ്രൈസ് വന്നു. കുട്ടികളൊക്കെ മുന്നിൽ വെച്ചിട്ട് സമ്മാനം തന്നിട്ടല്ല, പ്രൈസ് തന്നിട്ട് ആദരിക്കുകയൊക്കെ ചെയ്തു അല്ലേ? അതെ. കുട്ടികളൊക്കെ എന്ത് പറഞ്ഞു? പിന്നെ എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇതിനകത്തേക്ക് വന്നപ്പോൾ. കുട്ടികൾക്ക് പേടിയുണ്ടോ?
മോളെ എന്നെ അധികം പേടിയില്ല, വാപ്പിനെ ഏറ്റവും പേടി. പേടിയാണ്. അത് ശരി. ഈ ഒരു ശരീരം കണ്ടിട്ടായിരിക്കും അല്ലേ? ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്. അതിന്റെ പേര് കപ്പിൾസ് കൊച്ചി എന്നാണ്. കപ്പിൾസ് കൊച്ചി. അതിലെന്തൊക്കെയുള്ളത്? അതിൽ നമ്മൾ മെയിനായിട്ട് ഫുഡ്, ട്രാവലിങ്, ചെറിയൊരു ഇതിൽ ഫിറ്റ്നസിന്റെ നമ്മൾ അതിൽ ആഡ് ചെയ്ത് തുടങ്ങിയൊക്കെയാണ്. ഇപ്പോഴാണ് ഫിറ്റ്നസിന്റെ അതിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അത് ഞങ്ങളെ കൂടി സപ്പോർട്ട് ചെയ്യുക. കുറച്ച് പണി തന്നെയാണ് മൊത്തത്തില് ഇത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു പ്രാക്ടീസാണ്, ഒരു പ്രാക്ടീസിൽ കൂടിയാണ് ഇതൊക്കെ ഈ രീതിയിലേക്ക് ഇവര് മെയ് വഴക്കെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ആ ഒരു ലെവലിലേക്ക് മാറി വരുന്നത്. പെട്ടെന്ന് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നടുവൊക്കെ വെട്ടിയിട്ട് നമ്മുടെ സൈഡായി പോകും. അത് ആദ്യത്തെ വെയിറ്റ് പൊക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചത് അത് ചെറിയ രീതിയിലൊരു പണി തന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, കണ്ട കാഴ്ച അത് വളരെ മനോഹരമായിരുന്നു കാര്യങ്ങൾ. മോളും ഷെബിയും രണ്ടുപേരും അടുത്ത് ഇനി പോകാൻ പോകുന്നത് സ്റ്റേറ്റ് ലെവലിലേക്കാണ് മത്സരിക്കാൻ പോകുന്നത്. ഷെഫീഖ ഇനി അടുത്തത് ഓൾറെഡി കഴിഞ്ഞു, നാഷണൽ കഴിഞ്ഞു. ഇനി അടുത്ത ഓരോ ഘട്ടവും അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. അതും നല്ല രീതിയിൽ തന്നെ സെലക്ഷൻ കിട്ടാനും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു കുടുംബം ശരിക്കും ആ ഒരു നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ്. നമ്മുടെ ഭാര്യമാരൊക്കെ ഇനി എല്ലാ ഭർത്താക്കന്മാരോടും പറയും ഇതേപോലെ ഫിറ്റ്നസ്സിന് പോകണം അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോകണം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് ആ ഒരു ഒരു ആവേശം നമുക്ക് തരുന്ന രീതിയിലാണ് ഈ ഒരു ഫാമിലിയെ നമുക്ക് കണ്ടിട്ടുള്ളത്. ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.